തയ്യൽത്തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യാം. അതിന് ആദ്യം ഈ ഒരു ലെവലിൽ തയ്ക്കാം. ഇങ്ങനെ രണ്ട് സൈഡും ജോയിൻ ചെയ്യാം. രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇതിനെ പുറം ഉള്ളിലേക്ക് മറിക്കുക. കണ്ടോ? അതിനുശേഷം നമ്മുടെ അടയാളം വച്ചിട്ടുള്ള ഭാഗം, ഈ ഒരു സൈഡിൽ നമ്മൾ അടയാളം വെച്ചിട്ടുള്ളത്, ആ ഒരു സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സ്കേർട്ടിൻ്റെ പാർട്ടും താഴെയുള്ള ഇതേ അളവിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് ഓരോ പാർട്ടായിട്ട് വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് മറ്റേ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്കേർട്ടും ഇതും കൂടി രണ്ടും കൂടി ഈ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് അങ്ങനെ തയ്ച്ചിട്ടുള്ളൂ. ഇവിടെ തയ്യെത്തുമ്പോൾ കാണാത്ത രീതിയിലാണ് ഇപ്പോൾ തയ്ച്ചിട്ടുള്ളത്. ഇനി ഈ സൈഡിലും അതേപോലെ തന്നെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കേർട്ട് ജോയിൻ ചെയ്യുമല്ലോ, ആ സമയത്ത് സ്കേർട്ടും ഇതേപോലെ തന്നെ സെയിം അളവിൽ രണ്ട് സൈഡും ജോയിൻ ചെയ്തതിൻ്റെ ശേഷം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയുണ്ട്. ഞാനിപ്പോൾ ആ രീതിയിൽ ചെയ്യാതെ ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യുള്ളൂ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ടുകൾ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെക്കാം നമുക്ക്. ഓക്കെ, 3 സ്കേർട്ട് പാർട്ടാണ് നമുക്ക് നെറ്റിൻ്റെതായിട്ട് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ നിന്ന് 2 എണ്ണം നമുക്ക് കണ്ടെടുക്കാം. ഒരെണ്ണം എടുത്ത് വെക്കാം. 2 എണ്ണം എടുത്തിട്ട് അത് രണ്ടും ജോയിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റിൽ രണ്ടും എടുക്കുന്നു, എന്നിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ 2 ലെയറാക്കിയിട്ട് വേറെ കട്ട് ചെയ്തത് ഫ്രണ്ടിലെ പീസിൽ ഫ്രണ്ട് ഭാഗത്തേക്ക് കുറച്ച് ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി തന്നെ ആയിരിക്കണം ഈ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം സിംഗിളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് സിംഗിളായിട്ട് തന്നെ വെക്കുക. പിന്നെ ഡബിളായിട്ട് നമ്മൾ നിവർത്തി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലാണ് കുറച്ച് ഇറക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ രണ്ടും ഒരുമിച്ച് തന്നെ ഈ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേൽഭാഗം, ഈ ഒരു മേൽഭാഗം ഫ്രില്ലിടാന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മേൽഭാഗം. നമുക്ക് നടന്ന് നോക്കാം. കണ്ടത് 25 ഇഞ്ച് കറക്റ്റാണ്. കാരണം ഇത് ഒരു ലെയറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ പാർട്ടിലേക്ക് കറക്റ്റാണ്, തയ്യത്തുമ്പടക്കം കറക്റ്റാണ്. പക്ഷേ ഇത് 2 ലെയറാണ്. അപ്പോൾ നമുക്ക് മേൽഭാഗത്ത് ഇതിൻ്റെ ചെറിയൊരു ഫ്രില്ലായിട്ട് നമുക്ക് ഇതിനിടണം. അതുകൊണ്ട് ജാനോ മെഷീൻ ഉണ്ടെങ്കിൽ ജാനോ മെഷീനിൽ ഫ്രില്ലിടാം. അതിൻ്റെ നോർമൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിന് ഫുള്ളാക്കിയതിന് ശേഷം നീളത്തിലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അരഭാഗത്ത് നീളത്തിലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വലിയ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനെ ചുരുക്കി കൊണ്ടുവരാം. ചുരുക്കിയിട്ട് എത്ര ഇഞ്ച് വരെ കൊണ്ടുവരാമെന്നറിയാം. 25 ഇഞ്ച് നീളം വരുന്നത് വരെ നമുക്കിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കാം. ഇതിൻ്റെ നീളം നോക്കാം. നീളം നോക്കിയിട്ട് കറക്റ്റ് 25 ഇഞ്ച് ആകുന്നത് വരെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഫ്രില്ല് ക്ലിയർ ആക്കി കൊണ്ടുവരാം. നമുക്ക് അരിൻ്റെ വണ്ണം വേണ്ടത് 25 ഇഞ്ചാണ്.
ആ 25 ഇഞ്ച് നീളം കറക്റ്റാക്കിയതിന് ശേഷം ചുരുക്ക് ഫ്രില്ല് ക്ലിയർ ആക്കാം. ഇവിടെ വരെ ഏകദേശം ഓക്കെയാണ്. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അവിടെ നമ്മൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ നീളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഈ ഫ്രില്ലിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്രില്ല് എല്ലാ ഭാഗത്തേക്കും സമമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫ്രില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രില്ലായിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്മുടെ യോക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ യോക്കാണത്. ആ യോക്കിൻ്റെ ഇതാണ് അതിൻ്റെ സെൻറ്റർ ഭാഗം. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു സെൻറ്റർ ഭാഗമുണ്ട്. ആ സെൻറ്റർ ഭാഗത്തെ നമ്മുടെ യോക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് തയ്ച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. ഫ്രില്ലിട്ടതിൻ്റെ അകവും പുറവും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നല്ല വശമാണ് ഫ്രില്ലിട്ടതിൻ്റെ സെൻറ്റർ ഭാഗത്തെ നല്ല വശവും ഒരുമിച്ച് വരണം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരുമിച്ച് വരണം. ഇനി സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. മേലേക്ക് നമുക്ക് ഓവർ ഫ്രില്ലിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു ഫ്രില്ലേ വേണ്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് താഴേക്കാണ് കൂടുതൽ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗമാണത്. സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗമാണത്. അതേപോലെ തന്നെ നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇവിടെ. അതും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം എത്തും. എന്നിട്ട് ഫുള്ളായിട്ടുണ്ട് തയ്ച്ച് തരാം. ഒറ്റ ലെയർ ഇപ്പോൾ നമ്മളിതിൽ ഫ്രില്ലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഒറ്റ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിന് വെട്ടി വെച്ച 3 പാർട്ട് ഉണ്ടായിരുന്നില്ലേ, അതിൽ 2 പാർട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അരഭാഗം ഫ്രില്ലിട്ടു. ആ ഫ്രില്ലിട്ടിട്ട് നമ്മുടെ യോക്കിന് വെച്ച് കൊടുത്തു. ഇതൊന്ന് നമുക്ക് നിവർത്തി നോക്കാം. ഇങ്ങനെയാണിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ലെയർ വീണ്ടും വെച്ച് കൊടുക്കുക. അടുത്തത് ഉള്ളിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ 3 പീസിലെ ഒരു പീസ് ഉണ്ടല്ലോ, അത് വീണ്ടും ഉള്ളിൽ വെച്ച് കൊടുക്കണം.